മാധ്യമപ്രവർത്തകർക്ക് വീണ്ടും വിലക്ക്. ജിഷ വധക്കേസ് റിപ്പോർട്ട് ചെയ്യാൻ എത്തിയപ്പോഴാണ് സംഭവം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ് എറണാകുളത്ത് നിന്ന്. ഉമേഷ്, എന്താണ് സംഭവിച്ചത്? വീണ്ടും മാധ്യമ വിലക്കാണ് ഉണ്ടായിരിക്കുന്നത്. കോടതിയിൽ ഉണ്ടായ സംഭവം എന്താണ്? അഞ്ജു, ജിഷ വധക്കേസുമായി ബന്ധപ്പെട്ട് വിചാരണ തുടങ്ങുന്ന ദിവസമായിരുന്നു എന്ന്. വിചാരണ തുടങ്ങുന്നതിന് മുൻപായി ചില വാദപ്രതിവാദങ്ങൾ ഉണ്ടായി. അത് രാവിലെ വാദം എല്ലാ മാധ്യമപ്രവർത്തകരും തന്നെ കോടതിക്കകത്ത് ചെല്ലുകയും കോടതി നടപടികൾ കൃത്യമായി വീക്ഷിക്കുകയും ചെയ്തതാണ്. ഉച്ചയ്ക്ക് ശേഷം അതിന്റെ ബാക്കി വാദം നടക്കാനിരിക്കുകയായിരുന്നു. 2 മണിക്ക് വീണ്ടും വാദം തുടങ്ങുന്ന വേളയിൽ വീണ്ടും അത് റിപ്പോർട്ട് ചെയ്യാനായി മാധ്യമപ്രവർത്തകർ എത്തിയപ്പോഴാണ് ഒരു കൂട്ടം അഭിഭാഷകരെത്തി മാധ്യമപ്രവർത്തകരെ അവിടെ നിന്ന് ഇറക്കി വിട്ടത്. തങ്ങൾക്ക് അവിടെ നിൽക്കാൻ അവകാശം ഇല്ല, അതുകൊണ്ട് തന്നെ ഉടൻ ഇറങ്ങിപ്പോകണം എന്ന് അഭിഭാഷകർ മാധ്യമപ്രവർത്തകരോട് ആവശ്യപ്പെടുകയും തുടർന്ന് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. ഇതേ തുടർന്ന് മാധ്യമപ്രവർത്തകർ ജഡ്ജിയെ കാണാനായി പോകാൻ ശ്രമിച്ചു. എന്നാൽ അതും അഭിഭാഷകർ തടയുകയായിരുന്നു. ഇത്തരത്തിൽ അവിടെ നിൽക്കേണ്ടത് ഇറങ്ങിപ്പോകാൻ തന്നെ തീർത്തു പറയുകയായിരുന്നു അഭിഭാഷകരെ. തുടർന്ന് മാധ്യമപ്രവർത്തകർ എല്ലാവരും തന്നെ കോടതിക്ക് പുറത്ത് ഇറങ്ങി നിൽക്കുകയാണ്. എന്നാൽ അതേസമയം തന്നെ ജഡ്ജിയെ അല്പസമയം കഴിഞ്ഞ് കാണാം എന്ന് ജഡ്ജി ഒരു പ്രത്യേക ദൂതൻ മുഖേന അറിയിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും ഇപ്പോൾ പുറത്ത് നിൽക്കുകയാണ്. ഉമേഷ്, വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, വിമർശനങ്ങളൊക്കെ ഇതിനോടകം തന്നെ അഭിഭാഷകർക്കെതിരെ ഉണ്ടായതാണ്. എന്നിട്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. എന്താണ് നിലവിൽ അഭിഭാഷകർ പറയുന്നത്? തീർച്ചയായും ഒരു വിഭാഗം അഭിഭാഷകർ മാധ്യമപ്രവർത്തകരെ കോടതിക്കകത്ത് കയറ്റാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണുള്ളത്. വേണ്ടി വന്നാൽ കൈകാര്യം ചെയ്യുന്ന എന്ന ഒരു രീതി തന്നെയാണ് അവർക്ക് ഇപ്പോഴും ഉള്ളത്. കോടതിക്ക് അകത്ത് റിപ്പോർട്ട് ചെയ്യാനുള്ള അവകാശം ഇല്ല എന്ന രീതിയിൽ തന്നെയാണ് പല അഭിഭാഷകരും ഇപ്പോഴും സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ നിൽക്കേണ്ടതില്ല എന്ന് പറഞ്ഞത്. രാവിലെ കോടതി ചേർന്ന സമയത്ത് മാധ്യമപ്രവർത്തകർ അകത്തുണ്ടായിരുന്നെങ്കിൽ തന്നെയും പല കോണുകളിൽ നിന്നും അഭിഭാഷകരുടെ ഇടയിൽ നിന്നും മുറുമുറുപ്പ് ഉയർന്നിരുന്നു. ഇവരെ ഇവിടെ നിർത്തേണ്ടതില്ല എന്ന അഭിപ്രായം രാവിലെ തന്നെ ഉയർന്നു വന്നതാണ്. എന്നാൽ രാവിലെ അത്തരം ഒരു പ്രകോപനം ഉണ്ടായില്ല. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും മാധ്യമപ്രവർത്തകർ എത്തിയപ്പോഴായിരുന്നു അഭിഭാഷകർ ഇത്തരത്തിൽ അവരെ തടഞ്ഞത്. തുടർന്ന് ജഡ്ജിയെ കാണാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അതും അഭിഭാഷകർ തടയുകയായിരുന്നു. എന്നാലും അല്പസമയത്തിനകം ജഡ്ജിയെ നേരിട്ട് കാണാൻ അവസരം ലഭിക്കും എന്ന് തന്നെയാണ് മാധ്യമപ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അഭിഭാഷകരുടെ വിലക്ക് എറണാകുളം ജില്ലാ കോടതിയിൽ ഇപ്പോഴും മാധ്യമപ്രവർത്തകരുടെ വിലക്ക് തുടരുക തന്നെയാണ്. അഞ്ജു, ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ മുതൽക്കേ തന്നെ ഒരുപക്ഷെ ഇത്തരത്തിൽ തടയുന്നതിന് അത്തരം പദ്ധതികൾ പ്ലാൻ ചെയ്യുകയായിരുന്നു ഇവർ. മുൻകൂട്ടി നിശ്ചയിച്ചത് പ്രകാരം ഇപ്പോഴുണ്ടായ ഒരു നടപടി അങ്ങനെ തന്നെ വേണം അനുമാനിക്കാൻ. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. കാരണം രാവിലെ ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകർ അകത്ത് കയറിയ വേളയിൽ തന്നെ പല അഭിഭാഷകരും ഇത്തരത്തിൽ പരസ്പരം സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇവരെ ഇത്തരത്തിൽ അകത്ത് കയറ്റേണ്ടതില്ല എന്ന അഭിപ്രായം പലരിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. അത് അവർ പ്രാവർത്തികമാക്കിയത് ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനിലാണ്, അല്ലെങ്കിൽ വാദം തുടങ്ങുന്ന വേളയിലാണ് എന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. ഒരാളെ പോലും അകത്തു നിൽക്കാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് അഭിഭാഷകർ ഉള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരോടും ഇറങ്ങിപ്പോകണം എന്ന ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും ഇറങ്ങി. അതിനുശേഷം ജഡ്ജിയെ കണ്ട് പരാതി പറയാനാണ് ശ്രമിച്ചത്. എന്നാൽ അതും അഭിഭാഷകർ വിലക്കുകയായിരുന്നു. രാവിലെ മുതൽ തന്നെ തീരുമാനിച്ചതായിരിക്കണം ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷം നടപ്പാക്കിയത് എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. ശിരസ്തദാറിന്റെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു നടപടി ഉണ്ടായിട്ടും പോലീസിന്റെയോ മറ്റ് അധികൃതരുടെ ഭാഗത്തു നിന്നോ യാതൊരു നടപടികളും ഉണ്ടായില്ല എന്നാണ്. മാധ്യമപ്രവർത്തകരെ അനുച്ഛേദം പുറത്തേക്ക് ഇറക്കുന്ന ഒരു സാഹചര്യമാണോ ഉണ്ടായത്? തീർച്ചയായും പോലീസ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് ഉണ്ടായിരുന്നു. അവരുടെ സംരക്ഷണത്തിൽ തന്നെയാണ് മാധ്യമപ്രവർത്തകർ പുറത്തിറങ്ങിയത്. രാവിലെ മുതൽ തന്നെ പോലീസ് ഈ ജില്ലാ കോടതി പരിസരത്ത് ഉണ്ട്. പലപ്പോഴും ജില്ലാ കോടതിയിൽ ഇത്തരം കേസുകൾ വരുമ്പോൾ പോലീസ് ഉണ്ടാകാറുണ്ട്. കാരണം ഇത്തരത്തിലൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം കണക്കിലെടുത്ത് സംഘർഷം ഒഴിവാക്കാൻ തന്നെയാണ് പോലീസിനെ അവിടെ വിന്യസിക്കാറുള്ളത്. ഇന്നും അത്തരത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ രാവിലെ ഒരു പ്രകോപനമോ ഒന്നും ഉണ്ടായിരുന്നില്ല. മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. സാധാരണ രീതിയിൽ തന്നെ കോടതിക്കകത്ത് കയറുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന രീതി തന്നെയാണ് ഇന്നും തുടർന്നു പോകുന്നത്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു പ്രകോപനവുമില്ലാതെ ഒരു കൂട്ടം അഭിഭാഷകർ വന്ന മാധ്യമപ്രവർത്തകരെ തടയുകയും ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ജഡ്ജിയോ മറ്റോ കാണുന്നതിനോ അതിനുള്ള സാഹചര്യം നോക്കിയിരുന്നോ? അതിനും തടയുന്ന ഒരു സാഹചര്യമാണോ ഉണ്ടായത്? തീർച്ചയായും അത് തന്നെയാണ് ഉണ്ടായത്. നമ്മൾ ഇത്തരത്തിൽ ഇവർ ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടപ്പോൾ തന്നെ ജഡ്ജിയെ കാണാനാണ് മാധ്യമപ്രവർത്തകർ ശ്രമിച്ചത്. എന്നാൽ അതും അഭിഭാഷകർ ഇടപെട്ട് തടയുകയായിരുന്നു. അങ്ങോട്ടേക്ക് പോകാൻ പാടില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെ നിന്നുകൊണ്ട് അവർ ഞങ്ങളെ തടയുകയായിരുന്നു.
എന്നാൽ അല്പസമയത്തിനകം തന്നെ ജഡ്ജിയെ കാണാൻ അവസരം ഉണ്ടാക്കാം എന്ന അറിയിപ്പ് കോടതിക്കകത്ത് നിന്ന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും ഇപ്പോൾ അതിനുവേണ്ടി കാത്തു നിൽക്കുകയാണ്. അഞ്ജു, നമുക്കറിയാം ഇതിനോടകം തന്നെ ഇത്തരം സന്ദർഭങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ആദ്യമേ ഇത്തരത്തിൽ ഇറക്കി വിടുക, പിന്നീട് ആക്രമണം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യമൊക്കെയാണ് ഇതുവരെയും ഉണ്ടായത്. അത്തരത്തിൽ ആക്രമണം അഴിച്ചുവിടുന്ന എന്തെങ്കിലും തരത്തിലുള്ള സാഹചര്യങ്ങൾ നിലവിൽ അവിടെ ഉണ്ടോ? നിലവിൽ അത്തരത്തിൽ കയ്യേറ്റം എന്ന രീതിയിൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇറങ്ങിപ്പോകണമെന്ന് ആവശ്യപ്പെടുകയും ഇറക്കി വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റു തരത്തിലുള്ള ആക്രമണം ഒന്നും തന്നെ ഇപ്പോൾ നിലവിൽ അഭിഭാഷകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അഞ്ജു, ഏതെങ്കിലും തരത്തിലുള്ള വാഗ്വാദങ്ങൾക്കും മറ്റുമായി അഭിഭാഷകർ നിൽപ്പുണ്ടോ? തീർച്ചയായും അഭിഭാഷകരാണ് ഇത്തരത്തിൽ ഏകപക്ഷീയമായി മാധ്യമങ്ങൾ അകത്ത് കയറാൻ അവകാശമില്ല, അകത്ത് കയറി റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഉറപ്പിച്ചു പറയുകയും ഇറക്കിവിടുകയും ചെയ്തത്. അത് മാധ്യമപ്രവർത്തകരുടെ വാദങ്ങളൊന്നും തന്നെ അവർ ചെവിക്കൊള്ളാത്ത ഒരു രീതി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാവരെയും വളരെ ഏകപക്ഷീയമായി തന്നെ ഇറക്കിവിടുകയായിരുന്നു. മറ്റ് പ്രകോപനം ഉണ്ടാകാതിരിക്കാൻ മാധ്യമപ്രവർത്തകർ സ്വയം അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. അതിനുശേഷമാണ് ജഡ്ജിയെ തന്നെ നേരിട്ട് കണ്ട് പരാതി പറയാൻ മാധ്യമപ്രവർത്തകർ തീരുമാനിച്ചത്. എന്തായാലും മറ്റൊരു പ്രകോപനം ഒന്നും തന്നെ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഒട്ടും തന്നെ ഉണ്ടായിട്ടില്ല. അതായത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ തീരുമാനിച്ച നിലപാടിൽ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു, നിങ്ങൾക്ക് പ്രവേശനമില്ല, ആ ഒരു തന്റെ ഇടം, ആ ഒരു നിലപാട്, അതാണ് അഭിഭാഷകർ ഇപ്പോഴും സ്വീകരിച്ചിരിക്കുന്നത്. തീർച്ചയായും അങ്ങനെയാണ് കാണേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാവിലെ മുതൽ തന്നെ അത്തരത്തിൽ ഇവരെ അകത്ത് കയറ്റേണ്ടതില്ല, അകത്ത് കയറിയാൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകും, അതുകൊണ്ട് ഇവരെ ഇറക്കി വിടണം എന്ന സംസാരം രാവിലെ മുതൽ തന്നെ അഭിഭാഷകർക്കിടയിൽ ഉണ്ടായിരുന്നു. അത് ഉച്ചയ്ക്ക് ശേഷം അത് പ്രാവർത്തികമാക്കി എന്ന് മാത്രമാണ്. ഉച്ചയ്ക്ക് മാധ്യമപ്രവർത്തകർ വരുമ്പോൾ തന്നെ എല്ലാവരും സംഘം ചേർന്ന് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ അവകാശം എന്ന രീതി തന്നെയാണ് ഉണ്ടായിരുന്നത്. അകത്ത് കയറാൻ അഭിഭാഷകർക്ക് മാത്രമേ അവകാശമുള്ളൂ എന്ന രീതിയിലാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ സംസാരം. അതുകൊണ്ട് തന്നെയാണ് ജഡ്ജിയെ കണ്ട പരാതി പറയാൻ ഇപ്പോൾ മാധ്യമപ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത്. ശരി ഉമേഷ്, തുടരുക. ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ജയശങ്കർ, വീണ്ടും ഇതാ മാധ്യമ പ്രവർത്തകർക്ക് കോടതി വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് വിലക്കുണ്ടായിരിക്കുകയാണ്. ഇറങ്ങിപ്പോകാൻ ശിരസ്തദാർ തന്നെ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നു. ഏത് രീതിയിൽ പ്രതികരിക്കുന്നു താങ്കൾ? ഒരു ന്യായം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവര് വളരെ കാലമായിട്ട് ഇവർ തമ്മിൽ വഴക്കാണ്. പക്ഷേ ശിരസ്തദാർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. സർക്കാരിന് ശമ്പളം പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം, ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ആ ശിരസ്തദാർ പേരിൽ നടപടി ഒരുപക്ഷെ അഭിഭാഷകരുടെ ശക്തമായ സമ്മർദ്ദം അത്തരത്തിൽ കൂടെ ആയ അദ്ദേഹം അങ്ങനെ പറയാനുണ്ടായ ഒരു സാഹചര്യം ഒരിക്കലും ഇല്ല, ഒരിക്കലും ആകാൻ പാടില്ല. ശിരസ്തദാർ എന്ന് പറയുന്നത് പൊതുഖജനാവിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. കോടതിയിലെ മുഖ്യ നിർവഹണ ഉദ്യോഗസ്ഥനാണ്. ജഡ്ജിയുടെ തൊട്ട് താഴെയുള്ള ആളാണ്. അദ്ദേഹത്തിന് നീതിന്യായപരമായ അധികാരങ്ങളില്ല, ഭരണപരമായ അധികാരങ്ങൾ മാത്രമേ ഉള്ളൂ. അദ്ദേഹം അവിടുത്തെ മറ്റ് ഗുമസ്തന്മാരുടെ മേലുദ്യോഗസ്ഥൻ മാത്രമാണ്. അല്ലാതെ അദ്ദേഹത്തിന് ആരെങ്കിലും കോടതിയിൽ കയറി വരുന്നതിനെ തടയാനോ വന്നവരോട് ഇറങ്ങിപ്പോകാൻ പറയാനൊന്നും യാതൊരു കാര്യവുമില്ല, അധികാരവുമില്ല. അങ്ങനെ ശിരസ്തദാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഇമ്മീഡിയറ്റ് ആയിട്ട് സസ്പെൻഡ് ചെയ്ത് നടപടി എടുക്കണമെന്നാണ് എനിക്ക് പറയുന്നത്. രാവിലെ മുതൽക്കേ തന്നെ ചില അടക്കം പറച്ചിലുകൾ മാധ്യമ പ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇവരെ തടയേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്നുള്ള തരത്തിൽ, പദ്ധതികൾ പ്ലാൻ ചെയ്യുന്ന തരത്തിൽ അടക്കം പറച്ചിലുകൾ മാധ്യമ പ്രവർത്തകർ കേട്ടിരുന്നു. അതിന്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. മാധ്യമ പ്രവർത്തകരെ അഭിഭാഷകർ തടയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാനാവുന്ന കാര്യമല്ല. ഞാൻ എന്റെ നിലപാട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. കോടതി എന്ന് പറയുന്നത് തുറന്ന കോടതിയാണ്. അവിടെ എനിക്ക് നിങ്ങൾക്ക് ആളുകൾക്കും എല്ലാം തുല്യ നിലയിൽ അവകാശമുണ്ട്. ചില പ്രത്യേക തരമുള്ള കേസുകളിൽ മാത്രമാണ് പൊതുജനങ്ങളുടെ പ്രവേശനം നിഷേധിക്കപ്പെട്ടുള്ളത്. അതും കോടതിയുടെ വിവേചനാധികാരം ഉപയോഗിച്ചു. ഉദാഹരണത്തിന് സ്ത്രീപീഡന കേസുകൾ, ബലാത്സംഗ കേസുകളിൽ അടഞ്ഞ കോടതി വിചാരണയാണ്. അവിടെ വഴിപോക്കർക്കൊന്നും പോയി കാണാൻ കഴിയില്ല, മാധ്യമപ്രവർത്തകർക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. അതുപോലെ വിവാഹമോചന കേസുകളിൽ രണ്ടാമൊരു ഭാഗം ആവശ്യപ്പെടുകയാണെങ്കിൽ അവിടെ മറ്റുള്ളവരുടെ പ്രവേശനം നിഷേധിക്കാവുന്നതാണ്. അത് റിപ്പോർട്ട് ചെയ്യുന്നതിനും തടസ്സമുണ്ട്, നിയന്ത്രണമുണ്ട്. അതിനപ്പുറം ഉള്ള അധികാരമൊന്നും കോടതിക്ക് തന്നെ ഇല്ല. ജഡ്ജിക്ക് പോലും കോടതി അടച്ചിട്ട് നടത്താൻ പറ്റുകയില്ല. തുറന്ന കോടതിയിലാണ് വിചാരണ നടത്തുന്നത്. അവിടെ അഭിഭാഷകർക്ക് കയറി ചെല്ലാം, പൊതുജനങ്ങൾക്ക് കയറി ചെല്ലാം, അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകർക്കും ചെല്ലാം. അതിനെ നിയന്ത്രിക്കാനോ നിരോധിക്കാനോ ഒരു ജഡ്ജിക്കും അധികാരമില്ല എന്നുള്ളതാണ് നിയമം. പിന്നെ ഇവിടെ ജഡ്ജിമാർക്ക് നിയമം ബാധകമല്ലെങ്കിൽ, അഭിഭാഷകർക്ക് നിയമം അംഗീകരിക്കില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. തീർച്ചയായും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇതിനോടകം തന്നെ അഭിഭാഷകർ ഏറ്റുവാങ്ങി കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ളവർ, ജഡ്ജിമാർ അടക്കമുള്ളവർ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. മാധ്യമ പ്രവർത്തകരെ വിലക്കുന്ന ഒരു സാഹചര്യം അത് ന്യായീകരിക്കാനാവില്ല എന്നുള്ള തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറഞ്ഞതാണ്. എന്നിട്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. അതിനെ ന്യായീകരിക്കാനാകുമോ?
ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കുകയുമില്ല. അത് അന്യായമാണ്, നിയമവിരുദ്ധമാണ്, ഭരണഘടനാ ലംഘനം തന്നെ അതിൻ്റെ അകത്ത് അന്തർഭവിക്കും. കാരണം ഈ മാധ്യമപ്രവർത്തകർക്ക് സ്വതന്ത്രമായിട്ടും നിർഭയമായിട്ടും അവരുടെ ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടനയിലുള്ളതാണ്. അത് ഞാനോ മറ്റാരെങ്കിലും ഉണ്ടാക്കിയതല്ല. അതിനെ തടയാനായിട്ട് ആർക്കും അവകാശമില്ല. പോലീസുകാർക്ക് അവകാശമില്ല, അഭിഭാഷകർക്ക് അവകാശമില്ല, ജഡ്ജിമാർക്കും അവകാശമില്ല, അധികാരമില്ല. അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്, നിയമവിരുദ്ധമാണ്, ഭരണഘടനയുടെ ലംഘനമാണ്. തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അത് ഏതൊരു പൗരന്റെ അവകാശമാണ്. അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് നിയമം കയ്യിലെടുത്തുകൊണ്ടുള്ള ഈ അഭിഭാഷകരുടെ ഈ പോക്ക് അത് എങ്ങോട്ട് എന്നുള്ള ഒരു ചോദ്യം കൂടിയല്ലേ ഇപ്പോൾ ഉയരുന്നത്? തൊഴിൽ ചെയ്യാനുള്ള അവകാശം മാത്രമല്ല, കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ള അവകാശം, അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. അതും പറയാം. അഭിപ്രായ സ്വാതന്ത്ര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തെക്കാൾ പ്രധാനപ്പെട്ട അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. കാര്യങ്ങൾ അറിയാനും അറിയിക്കാനുമുള്ള സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്താനുള്ള ആർക്കും അധികാരമില്ല, അവകാശമില്ല. പിന്നെ ഇത് എവിടേക്ക് പോകും എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കൊരു ഉത്തരം പറയാനില്ല. ഇത് അവസാനിക്കേണ്ട സമയം പണ്ടേ കഴിഞ്ഞു. 3.5 മാസമായി ഈ തർക്കവും സംഘർഷവും ആരംഭിക്കുന്നത്. അത് തുടരുന്നത് ഒരു തരത്തിലും നീതീകരിക്കാവുന്നതല്ല. അത് അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിക്കും. തീർച്ചയായും താങ്കൾ പറഞ്ഞതുപോലെ ഏതാണ്ട് 3.5 മാസം പിന്നിടുന്നു. ഇത്തരം സംഭവങ്ങൾ വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനിയും ഇതിനൊരു ഈ രീതിയിലുള്ള മുന്നോട്ട് പോക്ക് അത് അനുവദനീയമല്ല. ഒരുപക്ഷെ ഞങ്ങളെ പോലെയുള്ള തൊഴിൽ ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർക്കെതിരെ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾ അഭിഭാഷകർക്ക് ഇത്തരത്തിൽ കൂച്ചുവിലങ്ങിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് അഭിഭാഷകരെ മാധ്യമപ്രവർത്തകരെ മാത്രം പ്രശ്നമില്ല, പൊതുസമൂഹത്തിന്റെ ഒരു പ്രശ്നമായിട്ട് വളർന്നു കഴിഞ്ഞു. നേരത്തെ ഇത് 2 വിഭാഗക്കാർ തമ്മിൽ ഒരു തർക്കമുണ്ടായി. അതിന് പലതരത്തിലുള്ള പരിഹാര മാർഗങ്ങൾ ആലോചിച്ചു, പലതും പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചു, എല്ലാം പരാജയപ്പെട്ടു. ഇനി ഇത് പൊതുസമൂഹം ഏറ്റെടുക്കണം. ഇവിടെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ചില ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞ് ഇങ്ങനെ കൈകെട്ടി മാറി നിൽക്കണം. അതുപോലെ ഈ വിഷയം സജീവമായിട്ട് ചർച്ച ചെയ്യപ്പെടണം, ഇതിന് പരിഹാരം കണ്ടെത്തണം. ഇത് മാധ്യമപ്രവർത്തകരുടെ മാത്രം പ്രശ്നമല്ല, ഇത് വലിയ നീതി നിഷേധത്തിന്റെ ഭരണഘടനാ ലംഘനത്തിന്റെ ഒരു വിഷയം കൂടി ഇതിനകത്ത് അന്തർഭവിക്കുന്നു. ഒരുപക്ഷെ ഇനി ഈ ഒരു സംഭവത്തിൽ ഏതായാലും ജയശങ്കർ ടെലിഫോൺ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഉമേഷ് കൂടി ചേരുകയാണ്. ഉമേഷ്, എന്തായാലും സംഭവം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കൊക്കെ വഴിവെച്ചതാണ്. സംഭവം 3.5 മാസമായിട്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി എന്ത് നടപടിയുമായി മുന്നോട്ട് പോകുമെന്നുള്ള ഒരു ചോദ്യം കൂടിയല്ലേ ഉയർന്നത്? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. നേരത്തെ ഹൈക്കോടതിയിൽ നിന്ന് തുടങ്ങിയതിന് ശേഷം ജില്ലാ കോടതിയിലും ഇതിനു മുൻപ് ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകരെ അഭിഭാഷകർ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അതിന് ശമനം വരികയും ഈ ജിഷ കേസ് തുടങ്ങിയ സമയത്തെല്ലാം മറ്റും നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ അതിനകത്ത് കയറി റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ ഇന്ന് വീണ്ടും അത്തരത്തിലൊരു വിലക്ക് വന്നിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ രാവിലെ മുതൽ തന്നെ അഭിഭാഷകർക്കിടയിൽ അത്തരത്തിലൊരു സംസാരം വന്നു. ഇവരെ ഇത്തരത്തിൽ അകത്ത് കയറ്റേണ്ട ആവശ്യം ഇല്ല, അവർക്ക് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ അവകാശമില്ല എന്ന രീതിയിലാണ് അവർ കണ്ടത്. അതിനുശേഷം മാധ്യമപ്രവർത്തകരെ വിളിച്ചിറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇവിടെ നിൽക്കരുത്, നിന്നാൽ പ്രകോപനം ഉണ്ടാകും എന്ന രീതിയിൽ തന്നെയാണ് അവർ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ പ്രകോപനം ഒന്നും കൂടാതെ തന്നെ മാധ്യമപ്രവർത്തകർ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. പിന്നീട് ജഡ്ജിയെ കണ്ട് ഇക്കാര്യം അറിയിക്കാം, കാരണം ഇത്തരത്തിൽ പ്രശ്നം പരിഹരിക്കപ്പെട്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോഴാണ് ഇത്തരത്തിൽ ഹൈക്കോടതിക്കകത്ത് വരെ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട ഒരു സാഹചര്യമാണുള്ളത്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ജില്ലാ കോടതിയിൽ ഇത്തരത്തിലൊരു വിലക്ക് ഒരു വിഭാഗം അഭിഭാഷകർ കൽപ്പിച്ചിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ജഡ്ജിയെ കണ്ട് പരാതി പറയാൻ മാധ്യമപ്രവർത്തകർ തീരുമാനിച്ചത്. എന്നാൽ അതും അഭിഭാഷകർ വിലക്കുകയായിരുന്നു. എന്തായാലും അല്പസമയത്തിനകം തന്നെ ജഡ്ജിയെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെ എല്ലാവരും ഇവിടെ തന്നെ തുടരുകയാണ്. അഞ്ജു, ശരി. എന്തായാലും ജിഷ വധക്കേസ് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകരെ എറണാകുളം ജില്ലാ കോടതിയിൽ അഭിഭാഷകർ തടഞ്ഞിരിക്കുന്നു. ഇറങ്ങിപ്പോവാൻ ശിരസ്തദാർ തന്നെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പരാതിയുമായി ജഡ്ജിയുടെ മുന്നിൽ പോകാൻ എത്തിയപ്പോൾ അതും തടയുന്ന ഒരു സാഹചര്യമൊക്കെയാണ് ഉണ്ടായത്. മാധ്യമപ്രവർത്തകർക്ക് വീണ്ടും വിലക്ക്. ജിഷ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് എറണാകുളം ജില്ലാ കോടതിയിൽ എത്തിയപ്പോഴാണ് മാധ്യമപ്രവർത്തകരോട് ഇറങ്ങിപ്പോകാൻ ശിരസ്തദാർ തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ വിവരങ്ങളുമായി ഉമേഷ് ശരിയാണ്. ഉമേഷ്, നിലവിൽ സാഹചര്യം എങ്ങനെയാണ്? ജഡ്ജിയെ കണ്ട് പരാതി പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായോ? മറ്റു വിവരങ്ങൾ?
എസ് ഉമേഷിലേക്ക് വരാം. ഇപ്പോൾ റഹീം കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. റഹീം, ഇതാണ് സാഹചര്യം. വീണ്ടും മാധ്യമ പ്രവർത്തകർക്ക് വിലക്ക്, കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ശിരസ്തദാർ തന്നെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏത് രീതിയിൽ നോക്കിക്കാണുന്നു താങ്കൾ ഇതിനെ? നിർഭാഗ്യകരമായ വാർത്തയാണ് ഈ കേൾക്കുന്നത്. അങ്ങനെ കേരളത്തിൽ സാഹചര്യം ഒരിക്കലും കേരളത്തിൽ പോലൊരു സംസ്ഥാനത്തിനും പ്രവർത്തനം എവിടെയെങ്കിലും വിലക്കേണ്ടതല്ല. തന്നെയുമല്ല, കോടതികൾ എന്ന് പറയുന്നത് അഭിഭാഷകരുടെ മാത്രമാണ് എന്ന് പറയുന്ന ഒരു സമീപനത്തിനോട് യോജിക്കാനാകില്ല. കേരള ഗവൺമെന്റിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ നിലപാട് സർക്കാർ പ്രഖ്യാപിച്ചതാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ നിയമകാര്യ വകുപ്പ് മന്ത്രി ശ്രീ എ.കെ. ബാലനും എല്ലാം തന്നെ ഇത് സംബന്ധിച്ച് വ്യക്തമായ നിലപാട് സർക്കാരിന്റെ നിലപാട് അറിയിച്ചിട്ടുള്ളതാണ്. പിന്നെ വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കെല്ലാം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന പ്രതികരണങ്ങൾ പ്രകാരം എല്ലാവർക്കും ഇക്കാര്യത്തിൽ ഏകാഭിപ്രായമാണുള്ളത്. കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെയും കേരളത്തിന്റെ പൊതു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും അതോടൊപ്പം തന്നെ സർക്കാരിന്റെയും അഭിപ്രായവും നിലപാടും മനസ്സിലാക്കി ഈ പ്രശ്നമുണ്ടാക്കുന്ന അഭിഭാഷകർ നിലപാട് തിരുത്തുകയാണ് വേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് സംബന്ധിച്ച് പ്രശ്നങ്ങളുണ്ടാക്കുന്നത് നിക്ഷിപ്ത താല്പര്യക്കാരായിരിക്കും. എന്താണ് അവരുടെ പിന്നിലുള്ളത്? ഇത്തരം പ്രശ്നങ്ങൾ വീണ്ടും സജീവമാക്കി നിർത്താൻ ഒക്കെ ബോധപൂർവം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളായിട്ടാണ് ഞാനതിനെ കാണുന്നത്. തീർച്ചയായും ഏതാണ്ട് 3 മാസമായിരിക്കുന്നു ഈ പ്രശ്നം തുടങ്ങിയിട്ട്. അത് ഏതാണ്ട് കെട്ടടങ്ങി എന്നുള്ള ഒരു അവസ്ഥയിൽ ആ ഒരു സാഹചര്യം വന്ന് അടുത്തതാണ്. അപ്പോഴാണ് വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്. ഇതിനെ ന്യായീകരിക്കാനാവുമോ? വളരെ ഗൗരവതരമായി തന്നെ ഈ വിഷയം വീണ്ടും കൈകാര്യം ചെയ്യേണ്ടേ? തീർച്ചയായും ഗൗരവത്തോടെ തന്നെ കൈകാര്യം ചെയ്യണം. തിരുവനന്തപുരത്ത് പ്രശ്നമുണ്ടാകുമ്പോൾ രണ്ടാമത് പോലീസ് കൃത്യമായി കേസെടുത്തിരുന്നു. കൂടുതൽ കർശനമായ നിലപാടുകളിലേക്ക് സർക്കാർ നിയമ സംവിധാനവും പോകണം. അത് പോകുമെന്ന സൂചനയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ നൽകിയത്. ഇത് ഒരു അരാജക പ്രവണതയാണ്. ഇങ്ങനെയൊക്കെ പോകുക എന്ന് പറയുന്നത് വക്കീൽമാരെന്ന് പറയുന്നത് അഭിഭാഷകർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയൊരു പ്രധാനപ്പെട്ട പ്രൊഫഷനല്ലേ. ആ പ്രൊഫഷന്റെ മാന്യതയും പ്രൊഫഷന്റെ ഒരു സ്വീകാര്യത പൊതുസമൂഹം കൊടുക്കുന്ന ഒരു സ്വീകാര്യതയുണ്ട് അഭിഭാഷകർക്ക്. ആ പ്രൊഫഷനോടുള്ള ഒരു സ്വീകാര്യതയാണ്, ബഹുമാനമാണ്. സമൂഹത്തിന്റെ ആകെ ആദരവുള്ള വിഭാഗമാണ് അഭിഭാഷകർ. മാധ്യമപ്രവർത്തകരും അങ്ങനെ തന്നെയാണ്. ആ വിഭാഗങ്ങൾ തമ്മിൽ ഇതുപോലെ ഉണ്ടാകുന്നു. ഇപ്പോൾ ആദ്യം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഏകപക്ഷീയമായിരുന്നില്ല. ആകമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എറണാകുളത്തായാലും ഉണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ അന്നുണ്ടായ ഒരു പ്രശ്നത്തിന്റെ സ്വാഭാവികമായ പ്രതികരണമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായ ഇഷ്യൂസ് ആണ് ദൗർഭാഗ്യകരമായ സംഭവം. പക്ഷെ ഇപ്പോഴുണ്ടാകുന്നത് തികച്ചും ഒരിക്കലും ന്യായീകരിക്കാനാകുന്നതല്ല. ഇപ്പൊ ഒടുവിലുണ്ടായ തിരുവനന്തപുരം സംഭവമാകട്ടെ, ഇന്നിപ്പോ എറണാകുളത്ത് വന്നതാകട്ടെ, ഇതൊന്നും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. ഏകപക്ഷീയമാണിത്. അത് ഒരു സമൂഹത്തിൽ ഒരിക്കലും യോജിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന കാര്യമല്ല. ഇനിയെങ്കിലും വൈകിയാണെങ്കിൽ പോലും ഈ പറയുന്ന പ്രശ്നക്കാരായ അഭിഭാഷകർ അതിൽ നിന്ന് പിന്തിരിയണം. മറ്റൊന്ന്, അഭിഭാഷകരിലെ മഹാഭൂരിപക്ഷം പേരും ഈ ചിന്താഗതി വെച്ച് പുലർത്തവരോ ഇങ്ങനെ ബോധപൂർവ്വം പ്രശ്നമുണ്ടാക്കുന്നവരോ ആണെന്ന് ഞാൻ കരുതുന്നില്ല. ഈ പ്രശ്നമുണ്ടാക്കുന്നവരെ പിന്തുണ കൊടുക്കാത്ത വിധം മറ്റഭിഭാഷക സമൂഹം, അഭിഭാഷകരിലെ തന്നെ ഈ പ്രശ്നക്കാരല്ലാത്തൊരു വലിയ വിഭാഗമുണ്ട്. തന്നെയുമല്ല റഹീം, സർക്കാർ ശമ്പളം പറ്റുന്ന ശിരസ്തദാർ തന്നെ ഇത്തരമൊരു പ്രവൃത്തി കാട്ടി എന്നുള്ളത് സംഭവത്തിന്റെ ഗൗരവം കൂടുതൽ വർദ്ധിപ്പിക്കുന്നില്ലേ? എന്താണ് അവിടെ ഉണ്ടായതെന്ന് എനിക്കറിയില്ല. അദ്ദേഹം തന്നെ വന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് പ്രശ്നം പരിഹരിക്കാൻ കഴിയാതെ കയ്യിൽ നിൽക്കാതെ ഒരു അട്രോസിറ്റിയിലേക്ക് പോകുന്ന കരുതി മാറാൻ പറഞ്ഞതാണോ? അറിയില്ലല്ലോ. അത്തരം കാര്യങ്ങളൊന്നും വാർത്ത ലഭ്യമല്ല. നിങ്ങൾ പറഞ്ഞ വിവരമാണ് വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. എന്തായാലും അഭിഭാഷകരുടെ പരിധിയിൽ നിൽക്കുന്ന സ്ഥാപനമല്ല കോടതികൾ. കോടതികൾ പൊതുയിടമാണ്. ആ കോടതികളിൽ വാർത്ത ശേഖരിക്കുന്നതിനോ. ശരി, വളരെയധികം നന്ദി ശ്രീ റഹീം ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. മാധ്യമ പ്രവർത്തകർക്ക് വീണ്ടും വിലക്ക് ഉണ്ടായിരിക്കുന്നു. ജിഷ വധക്കേസ് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകരോട് ഇറങ്ങിപ്പോകാൻ ശിരസ്തദാർ തന്നെ പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഒപ്പം പരാതി പറയാൻ ജഡ്ജിയെ കാണാൻ പോകുന്ന ആ ഒരു സന്ദർഭത്തെ തടയുന്ന സാഹചര്യം കൂടി ഉണ്ടായി. വിവരങ്ങളാണ് ഉമേഷ് നൽകിയത്.